പാകിസ്ഥാന് അങ്കലാപ്പിലാണ്. അവിടുത്തെ സൈനിക മേധാവി അസീർ മുനീഫിനെ കാണാനില്ല. അദ്ദേഹം പൊതുവേദികളൊന്നും ഇപ്പോൾ പ്രത്യക്ഷപ്പെടുന്നില്ല. അദ്ദേഹത്തിൻ്റെ ഭാര്യയും മക്കളെയും വിദേശത്തേക്ക് അയച്ചു എന്ന് നേരത്തെ വാർത്തയുണ്ടായിരുന്നു. ഇപ്പോൾ അദ്ദേഹത്തിനെയും കാണാനില്ല. അദ്ദേഹം ബംഗറിലാണ് ഇപ്പം കഴിഞ്ഞുകൂടുന്നത് എന്നാണ് വരുന്ന വാർത്തകൾ. അദ്ദേഹം ഭയപ്പെട്ട് ബംഗറിൽ ഒളിച്ചിരിക്കുകയാണ്. കാരണം ഇന്ത്യയുടെ ആധുനിക സൈനിക ശേഷി എന്താണെന്ന് കൃത്യമായിട്ട് അയാൾക്കറിയാം. അവർ വീമ്പിടിക്കുന്നുണ്ടെങ്കിലും പാകിസ്ഥാന് ആവശ്യമായ സൈനിക ഉപകരണങ്ങളൊന്നും തന്നെ ഇല്ല എന്നുള്ളതാണ് വസ്തുത. അവർ ബോംബ് പൊട്ടിക്കും, അണുബോംബ് പൊട്ടിക്കും എന്നൊക്കെ പറയുമെങ്കിലും അറ്റം ബോംബ് അവരുടെ കൈവശം ഉണ്ടെന്നൊക്കെ പറച്ചിലുണ്ടെങ്കിലും അതൊക്കെ വിടുവായുത്തരമാണ് എന്നാണ് ഇന്ത്യൻ സൈനിക രംഗത്തുള്ളവർ പറയുന്നത്. കാരണം ഇന്ത്യയുടെ സൈനിക ശക്തി ലോകത്തിലെ മൂന്നാമത്തെ നാലാമത്തെ സൈനിക ശക്തിയായി വളർന്നിട്ടുണ്ട്. റഫാല് വിമാനങ്ങൾ 64 എണ്ണം ഇപ്പോൾ തന്നെ നമ്മുടെ കൈവശമുണ്ട്. 32 എണ്ണത്തോടെ ഓർഡർ ഇട്ടു. അത് 4-5 വർഷം കഴിഞ്ഞേ വരുള്ളൂ. നമ്മൾ പാകിസ്ഥാനുമായിട്ട് യുദ്ധത്തിന് ഒരു മുന്നോടിയായി ചില കരുതലുകൾ എടുത്തതേ ഉള്ളൂ. അവർ പേടിച്ചു ഒളിച്ച ലക്ഷണം തന്നെയാണ്. യുദ്ധത്തിന് ആദ്യമായി നമ്മൾ വെള്ളം ഉപയോഗിച്ചു. അവരിലേക്ക് ഒഴുകി അവരുടെ റാവൽപിണ്ടി അല്ലെന്നുണ്ടെങ്കിൽ അവരുടെ രാജ്യത്തിൻ്റെ വടക്ക് നിന്ന് തെക്കോട്ട് ഒഴുകുന്ന നദികളെല്ലാം ഇന്ത്യയിൽ നിന്ന് ഒറിജിനേറ്റ് ചെയ്യുന്നതാണ്. ജലം, ചിനാബ് നദികളെല്ലാമാണ് പാകിസ്ഥാനെ ഫലഭൂയിഷ്ടമാക്കുന്ന കൃഷിസ്ഥലങ്ങൾ ഉണ്ടാക്കാൻ കാരണം. ആ നദിയിലെ വെള്ളം ഇപ്പം കൂടുതൽ നമ്മൾ തുറന്നു വിട്ടു. അത് വലിയ വെള്ളപ്പൊക്കം ഉണ്ടായി. ഒരു വാണിംഗ് കൊടുത്തു. ഇനി ആ വെള്ളത്തിന് അവർക്ക് കടുത്ത വില കൊടുക്കേണ്ടി വരും. ഇന്ത്യ ആ വെള്ളം ഒഴുക്ക് തടയും എന്നാണ് ഇപ്പം മനസ്സിലാകുന്നത്. അത് പ്രാരംഭമായ ചില വാണിങ്ങുകളാണ്. നമ്മൾ ഇപ്പോൾ അതിർത്തിയിൽ അതീവ ജാഗ്രതയോടെ ഇരിക്കുന്നു. അതിർത്തിയിൽ ചില കടന്നുകയറ്റമൊക്കെ അവർ നടത്താൻ ശ്രമിക്കുന്നു, അല്ലെ വെടി പൊട്ടിക്കുന്നുണ്ട്. മറുഭാഗത്തേക്കും ഇന്ത്യ വെടി ഉതിർക്കുന്നുണ്ട്. പക്ഷേ ഇപ്പം വരുന്ന വാർത്തകൾ പലതും നമ്മൾ പരിശോധിച്ചു കഴിഞ്ഞാൽ പെഹൽഗാമിലെ ആ അക്രമത്തിന് പിന്നിൽ പ്രവർത്തിച്ച ആ ടെററിസ്റ്റുകളെല്ലാവരും കുറേ നാളുകളായിട്ട് കാശ്മീരിലെ ഈ ഭാഗത്ത് പെഹൽഗാമിൻ്റെ പരിസരങ്ങളിൽ വാച്ച് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. കാരണം അതിനർത്ഥം അവർക്ക് ഇവിടെ വന്ന് ആൾക്കാരെ കൊന്നിട്ട് പോയാൽ രക്ഷപ്പെടാനുള്ള മാർഗങ്ങൾ അവർ നോക്കിയിട്ടാണ് അവർ വളരെ കൃത്യമായ രീതിയിൽ പെഹൽഗാമിൽ ഓപ്പറേറ്റ് ചെയ്തത്. കാരണം അവർ പെഹൽഗാം തിരഞ്ഞെടുക്കാൻ കാരണം അവിടെ സെക്യൂരിറ്റി അധികം പേരില്ല. അന്നത്തെ ദിവസം 1000 ടിക്കറ്റ് കൊടുത്തെന്നാണ് പറയുന്നത്. അവിടെ ഓരോ ടൂറിസ്റ്റ് സെൻ്ററിലും പ്രവേശിക്കുന്നതിന് ടിക്കറ്റ് എടുക്കണം. പെഹൽഗാമിൽ 1000 ടിക്കറ്റ് എടുക്കും. അവിടെ ടിക്കറ്റ് എടുത്ത കൂട്ടത്തിൽ മലയാളിയായ ശ്രീജിത്തും കുടുംബവും ഉണ്ടായിരുന്നു. അവർ 18-ാം തീയതി, അക്രമം ഉണ്ടായത് 22-ാം തീയതിയാണ്. അതിന് 4 ദിവസം മുമ്പ് 18-ാം തീയതി അവർ കുടുംബസമേതം പെഹൽഗാമിൽ അവരെത്തുകയും ചെയ്യും. അവർ അന്ന് അവിടെ മകളുടെ ഡാൻസ് മാത്രം ചിത്രീകരിച്ചുകൊണ്ട് കുറേ റീൽസ് ഇടാൻ വേണ്ടിയിട്ട് അവർ ഫോട്ടോകളൊക്കെ എടുത്തു. ആ സമയത്ത് അവരുടെ ദൃശ്യത്തിൽ ചില ആൾക്കാരെ പതിഞ്ഞിട്ടുണ്ട്. ആ പതിഞ്ഞവർ ആ പെഹൽഗാം ഏരിയ നിരീക്ഷിക്കാൻ വന്ന ആ ടെററിസ്റ്റുകളാണ്. കാരണം അവരുടെ രേഖാചിത്രങ്ങളും അവരുടെ ഒറിജിനൽ ചിത്രങ്ങളൊക്കെ പിന്നീട് ഇന്ത്യയുടെ സുരക്ഷാ സേന പ്രസിദ്ധീകരിച്ചിരുന്നു. ഇപ്പോൾ അദ്ദേഹം നോക്കിക്കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിൻ്റെ ചിത്രീകരണത്തിൽ ആ ടെററിസ്റ്റുകളെ മനസ്സിലാകുന്ന രീതിയിൽ, അവരുടെ ഐഡൻറ്റിറ്റി മനസ്സിലാകുന്ന രീതിയിലുള്ള ചിത്രങ്ങൾ ഇദ്ദേഹത്തിന് ഇപ്പോൾ ലഭിച്ചിട്ടുണ്ട്. അതിൻ്റെ അർത്ഥം ആ സ്ഥലത്ത് 3-4 ദിവസം മുമ്പ് അവർ തയ്യാറെടുപ്പ് നടക്കുകയായിരുന്നു. മകളുടെ ഡാൻസിൻ്റെ ചിത്രീകരണം ഇടയ്ക്ക് ആ വഴി കടന്നുപോയ ആൾക്കാരുടെ മുഴുവൻ ദൃശ്യങ്ങളിൽ പതിഞ്ഞു. ഏതായാലും ആ രേഖാചിത്രങ്ങളും ആ ചിത്രങ്ങളും സുരക്ഷാ സേന പുറത്തുവിട്ടിരുന്ന അവരുടെ സാമ്യമുള്ളതായി തന്നെ ഇപ്പം ശ്രീജിത്തിന് മനസ്സിലായിട്ടുണ്ട്. അതുകൊണ്ട് അതിൽ നിന്നൊരു
നമ്മൾ കണ്ടെത്തുന്ന ചില വസ്തുതകൾ ഒരാഴ്ച മുമ്പെങ്കിലും ഇവർ ആ പരിസരം നന്നായിട്ട് വന്ന് വീക്ഷിച്ചു, എങ്ങനെയാണ് ഓപ്പറേഷൻ നടത്തേണ്ടത്, നടത്തിയ ശേഷം ഇവരെങ്ങനെ ഏത് വഴി കൂടെ രക്ഷപ്പെടാം എന്നുള്ള മാർഗങ്ങളൊക്കെ അവർ കണ്ടെത്തി എന്നുള്ളതാണ്. അവിടെ നമുക്ക് 26 പേര് മരിച്ചതിൽ ഒരാൾ മാത്രമാണ് കാശ്മീരിയെ കൊന്നിരിക്കുന്നത്. കാശ്മീരി മുസ്ലിമായ ആദിൽ. അദ്ദേഹത്തിൻ്റെ മരണം വളരെ അധികം ദാരുണമായ ഒരു സംഭവം തന്നെയായിരുന്നു. കാരണം അദ്ദേഹം, കാശ്മീരുകാർ പലരും ടൂറിസ്റ്റ് വരുമാനത്തിലാണ് ജീവിക്കുന്നത്. അത് പലരും പല വിധത്തിലാണ്. കാർ ഓടിക്കുന്നവരുണ്ട്, കുതിര ഓടിക്കുന്നവരുണ്ട്, ഭക്ഷണം കൊടുക്കുന്നവരുണ്ട്, സ്ഥലം കാണിക്കാൻ ഗൈഡായിട്ട് പോകുന്നവർ, അങ്ങനെ ധാരാളം പേര് ഉപജീവന മാർഗം ടൂറിസ്റ്റുകൾ തന്നെ. അതിൽ അവിടെ നിന്ന് ചില കുതിരകളെ വാടകയ്ക്കെടുക്കും. അതിനുശേഷം അതിൽ ആൾക്കാരെ അവിടുന്ന് കുതിരയെ കയറ്റും. പെഹൽഗാമിൽ നിന്ന് നേരെ ബൈസരൻ കുന്നുകൾ വരെ പോകും. അത് 6 കിലോമീറ്റർ ഉണ്ട്. ആ കുന്നിലെ മോളി എല്ലാവരെയും കാണിച്ചിട്ട് മടക്കി കൊണ്ടുവന്ന് പെഹൽഗാമിൽ തന്നെ കൊണ്ടുവരും. ഇതാണ് അദ്ദേഹത്തിൻ്റെ വരുമാന മാർഗം. അദ്ദേഹം 6 വർഷം മുമ്പ് വിവാഹം കഴിച്ചു, കുടുംബമായിട്ട് താമസിക്കുന്ന ആൾ. പക്ഷേ ഭാര്യ ഇപ്പോൾ പിണങ്ങിപ്പോയിരിക്കുന്നതാണ് മനസ്സിലാകുന്നത്. അദ്ദേഹം ഈ പെഹൽഗാമിൽ തിരിച്ചു വരുമ്പോൾ അവിടെ ചില ടൂറിസ്റ്റുകളെ അവർ ഉപദ്രവിക്കുന്നത് കണ്ടു. അന്നേരം ഇദ്ദേഹം ഇടപെട്ടു. അപ്പോൾ ഇദ്ദേഹം പറഞ്ഞു അത് ഭീകരരാണെന്ന് ഇദ്ദേഹത്തിന് അറിയാം. കാരണം അത് അവരൊക്കെ നമ്മളെ അതിഥികളായിട്ട് വന്നവരാണ്, അവരെ ഉപദ്രവിക്കരുത് ദയവ് ചെയ്ത്, അവരെ വെറുതെ വിട് എന്ന് പറഞ്ഞു. എന്നിട്ടും മനസ്സിലാകാതെ ഇവർ ഒരാളെ വെടിവെക്കുന്ന കണ്ടപ്പം തോക്കിന് കയറി ആദിൽ എന്ന 29കാരൻ കയറി പിടിച്ചു. വെടിവെക്കരുതെന്ന് ശഠിച്ചു. അത് ആ ഭീകരവാദിക്ക് ഇഷ്ടപ്പെട്ടില്ല. അയാൾ 4 വെടിയുണ്ട പായിച്ചു. അങ്ങനെയാണ് ആദിലിനെ കൊന്നൊടുക്കിയത്. അദ്ദേഹത്തിൻ്റെ പിതാവ് പറഞ്ഞു, അദ്ദേഹം എൻ്റെ മകനെ രാജ്യം കാശ്മീരി എന്താണെന്നറിയാം, എൻ്റെ മകനെ ഞാൻ ബലി കൊടുത്തു. കാശ്മീരിയിലെ യഥാർത്ഥ സ്നേഹം എന്താണ്, ആരാണ് കാശ്മീർ എന്ന് ലോകത്തിന് ഇപ്പം മനസ്സിലായി. ഞങ്ങൾക്കാരോടും വൈരാഗ്യമില്ല, ഞങ്ങളാരെയും കൊല്ലാനും നടക്കുന്നില്ല. ഞങ്ങളെ ടൂറിസ്റ്റുകളായിട്ട് വരുന്ന അവരെല്ലാം ഞങ്ങളുടെ അതിഥികളാണ്, അവർ കാരണമാണ് ഞങ്ങൾ ജീവിക്കുന്നത്. ഇപ്പം കാശ്മീരിൻ്റെ മൊത്തമായി നമ്മൾ നോക്കിയാൽ ടൂറിസ്റ്റിൻ്റെ പ്രവാഹമാണ്. ഇന്ത്യയിൽ നിന്ന് മാത്രമല്ല, വിദേശത്തു നിന്നും ധാരാളം. കാരണം വളരെ ശാന്തമായ അന്തരീക്ഷം. അതുതന്നെയല്ല, കാശ്മീരികൾ അവരുടെ യഥാർത്ഥ സ്നേഹവായ്പും അവരുടെ ചേർന്ന് നിൽക്കുന്നവരെ അവർ സ്നേഹിക്കുന്ന എത്രമാത്രം ഉണ്ടെന്ന് ഈ ആദിലിനെ കൊന്ന് ആ ഒരു സംഭവം നമുക്ക് വെളിപ്പെടുത്തുന്നുണ്ട്. എന്തായാലും അദ്ദേഹത്തിന് ഇന്ന് ഇന്ത്യയിൽ മുഴുവൻ ആരാധകരാണ് ആദിലിനെ. കാരണം ആ ടൂറിസ്റ്റുകളെ രക്ഷപ്പെടുത്താൻ വേണ്ടി അദ്ദേഹം തൻ്റെ ജീവൻ കൊടുത്താണ് ആ മറ്റുള്ളവരെ കൊലപാതകത്തിൽ നിന്ന് രക്ഷപ്പെടുത്തിയത്. ഒരാളെ വെടിയേറ്റു, ഇദ്ദേഹത്തിൻ്റെ അടുത്തു നിന്ന് ഒരാൾക്ക് വെടിയേറ്റെങ്കിലും അതിനെ ഇന്ന് ലോകം മുഴുവൻ അഭിനന്ദിക്കുകയാണ്. കാരണം അത്ര ധീരനായ ഒരു ചെറുപ്പക്കാരൻ ആ അതിഥികളെ, പ്രത്യേകിച്ചും മനുഷ്യരെ വെടിവെച്ച് കൊല്ലുന്നത് ശരിയല്ല എന്ന് കാശ്മീരികൾ ലോകത്തിന് കാണിച്ചു കൊടുത്തു. അതിൻ്റെ ഒരു തിക്തഫലം തന്നെ അവരിപ്പോൾ അനുഭവിക്കുന്നതായിട്ട് നമുക്ക് തോന്നുന്നു. എന്തായാലും ആദിലിൻ്റെ മരണം തീർച്ചയായിട്ടും കാശ്മീരികൾ അതീവ ദുഃഖത്തിലാഴ്ത്തിയെങ്കിലും എന്താണ് കാശ്മീരിയുടെ സ്നേഹം, എന്താണ് അവരുടെ ലക്ഷ്യം, അവരെങ്ങനെയാണ് മറ്റുള്ളവരെ കാണുന്നത്, അവിടെ ജാതി മത ചിന്തകളൊന്നും അവർക്കില്ല എന്ന് ബോധ്യപ്പെടുത്തുന്നതായാണ് ഇപ്പം നമ്മൾ കാണുന്നത്. എന്തായാലും ഇനി നമ്മുടെ അതിർത്തികളിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇന്ത്യ പ്രതിരോധം തീർത്തുകൊണ്ടിരിക്കുകയാണ്. തീർച്ചയായിട്ടും എൻ്റെ ഒരു കാഴ്ചപ്പാടിൽ ആസാദ് കാശ്മീർ ഇന്ത്യ പിടിച്ചെടുക്കും. ഇന്ത്യയുടെ കാശ്മീർ രാജാവ് ഇന്ത്യ യൂണിയനിൽ ലയിപ്പിക്കാൻ പോയ കാശ്മീരിൻ്റെ കുറേ ഭാഗങ്ങൾ പാകിസ്ഥാൻ്റെ കൈവശമുണ്ട്. ആ ഭാഗത്തു നിന്നാണ് അവർ ഭീകരാക്രമണം നടത്തുന്നത്. അതുകൊണ്ട് ഇന്ത്യ ആ ഭാഗം പിടിച്ചടക്കും. അതിന് ലോകം അത് അംഗീകരിക്കും. കാരണം പല രാജ്യങ്ങളും ഇപ്പം പറഞ്ഞു കഴിഞ്ഞു, ഇത്ര 10,000 വർഷം പഴക്കം മുമ്പ് മുതലേ കാശ്മീർ എന്ന ഒരു രാജവംശം അത് അവസാനം ഇന്ത്യ സ്വാതന്ത്ര്യം പ്രാപിച്ചപ്പം ഇന്ത്യയോടൊപ്പം ചേർന്നതാണ്. ആ സത്യം എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ട്. അതുകൊണ്ട് കാശ്മീരിൻ്റെ ചില ഭാഗങ്ങൾ പാകിസ്ഥാൻ്റെ കൈവശം ഇരിക്കുന്നത് തിരിച്ചു പിടിച്ചാൽ അതിന് വലിയ പ്രശ്നങ്ങൾ തന്നെ ഉണ്ടാകില്ലാണ് എൻ്റെ ഒരു കണക്കുകൂട്ടൽ.